ലോകാവസാനത്തോളം ഞങ്ങളോടൊപ്പമായിരിക്കുവാനായി ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഈശോ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് സഹായകനായി ഫലമേൽപ്പിച്ച് ഞങ്ങളെ ദിനം വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വന്തം ദിവ്യാത്മാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാർഷിക ധ്യാനത്തിന്റെ ഈ നോമ്പുകാല ധ്യാനത്തിന്റെ ആദ്യ ദിനമായി ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നവരായ എല്ലാ മക്കളുടെ മേലും അങ്ങേ വരണമേ. പരിശുദ്ധാത്മാവേ, സകലതിനെയും തീപിടിപ്പിക്കുന്ന തങ്ങാണ്, സകലത്തിനും ജീവൻ നൽകുന്ന തങ്ങാണ്. കണ്ണ് തുറഞ്ഞു കിടക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. ഈശോയോടുള്ള സ്നേഹത്താൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ലോക ജീവിതത്തെ കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടാതെ വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് ആത്മാർത്ഥമായി ധ്യാനിക്കുവാൻ ഞങ്ങൾ പഠിപ്പിക്കണമേ. ഒരു നിമിഷം നമ്മുടെ ഭവനങ്ങളിലായി എല്ലാവരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം, രോഗികളായി കഴിയുന്നവരെ സമർപ്പിക്കാം, ദുശീലങ്ങളിൽ അടിമപ്പെട്ട് കഴിയുന്നവരെ സമർപ്പിക്കാം. നമ്മളോട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവരെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുവാനായി ആരുമില്ലാത്തവരെ സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സകല ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ, മനസ്സിൽ വിദ്വേഷമുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ നമ്മളുണ്ടെങ്കിൽ, നമ്മൾ ആന്തരിക മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എത്രമാത്രം ക്ഷമിക്കുവാനും ഓർക്കുവാനും ശ്രമിച്ചിട്ടും നാളുകളെ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, അതിനെല്ലാം ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുക. ആത്മാവേ, ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാം അങ്ങേക്കെടുത്ത് ആശ്വാസം നൽകണമേ. സമാശ്വാസദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങ് വീശിയടിക്കണമേ. ഞങ്ങളിപ്പോൾ ഭൗതികമായ അവിടെ സന്നിഹിതരല്ലെങ്കിലും ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വാഴണമേ. ഞങ്ങളുടെ ദേശത്തിന് ചുറ്റും, ഞങ്ങളുടെ ഇടവകയ്ക്ക് ചുറ്റും, ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങൾക്ക് ചുറ്റും, ഞങ്ങൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും അങ്ങിപ്പോൾ പറന്നിറങ്ങണമേ. നിറഞ്ഞ ശക്തിയെ മാറ്റാം. ഞങ്ങൾ ഉയരത്തിലായിരിക്കുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായും നീ വിട്ടു നൽകുന്നു. കർത്താവെങ്കിലും മനസ്സിനെ ഭാരപ്പെടുത്തുന്നതായും പല പ്രതിസന്ധികൾ ഞങ്ങളിൽ കടമെട്ടി കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ മനസ്സിനെ മറ്റാരെക്കാളും ഉപരിയായി അറിയുന്നു, വായിക്കുന്നു. നല്ലവനായ ഈശോയെ, അങ്ങവയെ നാം ഏറ്റെടുക്കണമേ. പ്രത്യേകിച്ച് ഇപ്പോൾ വീടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ ഈ സമൂഹത്തിലുണ്ട്. അവരിൽ നിന്നും ആ ചിന്തകളെ മാറ്റണമേ. രോഗികളായി കിടക്കുന്നവരെ കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട്, ആ ചിന്തകളെ മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ഈ മക്കളുടെ എല്ലാവരുടെയും ഭവനങ്ങൾക്ക് അമ്മ കാവലായി തുണയായി ഒപ്പമുണ്ടായിരിക്കണമേ. ഈ ധ്യാനത്തിന്റെ ശുശ്രൂഷകളെല്ലാം അമ്മയുടെ നിരന്തരമായ മാധ്യസ്ഥം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ തിരുക്കുമാരന്റെ മഹത്വത്തിനായി, അമ്മയുടെ തിരുക്കുമാരൻ ചിന്തിയ ജലരക്തത്തിന്റെ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ട സമൂഹമായി ഞങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് വേണ്ടിയും അമ്മ ഈശോയുടെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ സൃഷ്ടി കർത്താവിനോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്നേഹമുള്ളവരെ,
നാം ഈ നോമ്പ് കാലത്തില് വളരെയധികം ദൈവപരിപാലനയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല. കാരണം ഇന്നലെ നമ്മുടെ ഫൊറോനയില് ഈശോയെ വഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ഭവനങ്ങളുടെയും വഴിയോരങ്ങളുടെയും ഇടയിലൂടെ ഈശോ കടന്നു വന്ന അവസാനം നമ്മുടെ ഈ പള്ളിയിൽ രാജാതിരാജൻ നമ്മൾ വരവേറ്റു. വളരെ മനോഹരമായി. ഞാനിവിടെ 7 മാസം പ്രൊസസ്സനായിട്ടിരുന്നെങ്കിലും ഇനി എന്റെ കണ്ണിന്റെ പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ഒരു ആൾക്കൂട്ടം ഞാൻ പള്ളിയിൽ ഇന്നലെ കണ്ട പോലെ കണ്ടിട്ടില്ല. പള്ളി പെരുന്നാളിനാണെങ്കിലും ഞാൻ അത്രയും ആള് പള്ളിക്കകത്ത് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. വളരെയധികം സന്തോഷം തോന്നി. ഈ ദൈവജനത്തിന് ഈശോയോടുള്ള വലിയ സ്നേഹം അതിന്റെ പ്രകടനമായിരുന്നു ഇന്നലെ ഭൗതികമായും ആത്മീയമായും നമ്മൾ പ്രകടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട വികാരിച്ച് പറഞ്ഞു, പുലർച്ചെ 5 മണി വരെ പള്ളി നിറച്ച ആളുണ്ടായിരുന്നു. കുറെ പേര് ഇന്നലെ വന്നിട്ട് നേരം എടുത്തപ്പോൾ വീട്ടിൽ പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ സാമർഥ്യവും ഒക്കെ മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ ചെലവഴിച്ച് വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിച്ച് നമ്മളെല്ലാവരും ഇതോടെ ധ്യാനം കൂടാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുൻ പ്രൊസസ്സനായിരുന്നത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ധ്യാനം നടത്തുന്നതിന് ശരിക്കും പേടിയും പിന്നെ ഒരു ജാള്യതയും ഒക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞു, ആളുകൾക്ക് അച്ഛൻ്റെ ധ്യാനം വേണമെന്നൊരു അഭിപ്രായമുണ്ട്, അച്ഛൻ്റെ ധ്യാനം നടത്താമോ എന്ന്. അച്ഛനോടുള്ള എൻ്റെ സ്നേഹത്തെ പ്രതിയാണ് സത്യം പറഞ്ഞാൽ സമ്മതിച്ചത്. ഞാനിത് സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം മാറി പോയപ്പോഴത്തേക്ക് നമ്മളൊക്കെ മറന്നല്ലോ, പുള്ളിക്ക് ഹെഡ് വെയിറ്റ് ആയോ എന്നൊരു ഇത് തോന്നണ്ട, ആർക്കും തോന്നണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്നാലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ഈശോ പറയുവാനായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ധ്യാനം ഇത് നിങ്ങൾ കേൾക്കാത്തതായി ഒന്നുമില്ല. ഒത്തിരി തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ വേണ്ടത്ര വില കൊടുക്കാതെ കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ വലിയ പ്രാധാന്യമില്ലാതെ അതിനെക്കുറിച്ചൊക്കെ പിന്നെ ചിന്തിക്കാമെന്നുള്ള മട്ടിൽ കണ്ണടച്ചിട്ടുള്ളതുമായ ചില സംഗതികളാണ് നിങ്ങളോട് ഞാൻ പറയുക. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ പിശാചിങ്ങനെ മനസ്സിൽ പ്രലോഭനങ്ങളും മറ്റ് ചിന്തകളും നിഷേധ വർത്തമാനങ്ങളും ഒക്കെ ഉള്ളിൽ തോന്നിപ്പിക്കും. സ്വാഭാവികമാണ്. അതുകൊണ്ടൊന്നും നിങ്ങൾ ഇറങ്ങി വസാകേണ്ട കാര്യമില്ല. ഈ നാളുകളിൽ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. നമുക്കൊരു വചനം പഠിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം തിരുവാക്യം. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഫിലിപ്പിയർ 2:12. പറഞ്ഞേ, ഫിലിപ്പിയർ 2:12. പറ, 2:12. ഞാൻ കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ ഓർത്തിരിക്കുള്ളൂ. ഫിലിപ്പിയർ 2:12. പറഞ്ഞേ, വളരെ പ്രകാരമാണ്. പൂർവാധികം ഭയത്തോടും പറയുക, വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ഫിലിപ്പിയർ 2:12. പറ, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. വചനം പഠിച്ചോ? വചനത്തിൽ സ്പഷ്ടമായി പറയുന്നുണ്ട്. ഏതുപോലെ വേണമെന്നാ പറയണേ? പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ. ഓൾറെഡി നമുക്ക് കുറച്ച് ഭയം വിറയലൊക്കെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഈശോ പറയുകയാണ്, ശ്രീക പറയുകയാണ്, മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഭയത്തെക്കാളും വിറയലിനേക്കാളും വലിയ ഭയവും വിറയലും നിങ്ങൾക്ക് ഇനി വേണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിറച്ചോണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ പറ്റി ചിന്തിക്കണം. നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ ജീവിതാവസ്ഥ എവിടെയാണ്? ഇന്ന് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിന് 39 വാക്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നാം ധ്യാനിച്ചത്. അവിടെ പറഞ്ഞു, പലയാമത്തിൽ ഞാൻ തള്ളപ്പോൾ ചെറുക്കൻ കീഴിൽ കൊച്ചങ്ങളെ പിടിക്കാൻ നോക്കി, പക്ഷെ നീ വഴങ്ങുന്നില്ല, നീ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ ഭവനം പരിത്യക്തമാകുമെന്ന് ഈശോ വാണിംഗ് നൽകിയിരിക്കുകയാണ്. അതിനോട് ചേർത്ത് വെച്ചാണ് ഞാൻ ഈ ദിവസങ്ങളില് ദിവ്യകാരുണ്യ പ്രയാണവുമായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് അരളിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്ന ഒരു ചിന്ത, അതൊട്ടും എക്സാജറേഷൻ അല്ല. ഈ ലോകത്തിന്റെ നശ്വരതയെ കുറിച്ച് ദിവ്യകാരുണ്യത്തോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ശക്തി, സ്വർഗത്തിൽ എനിക്ക് പോകാൻ സാധിക്കുന്നത്
പോകുന്നല്ലോ എന്നുള്ള ഒരു വലിയ ആവേശം. അല്ലെങ്കിൽ നമ്മൾ വികാരത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകും. നമ്മളിങ്ങനെ റോഡുകളിലൊക്കെ ആളുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ, കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ, ഓ എത്രമാത്രം ശക്തിയുള്ള ഒരു ആയുധമാണ് ദൈവം നമുക്കായി സ്വന്തം ശരീരങ്ങളിലൂടെ നൽകിയത്. എന്തിനാണ് ഈ ശരീരവും രക്തവും നൽകിയത്? എന്തെങ്കിലും അപ്പകഷ്ണം മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണം പറഞ്ഞ് തൃപ്തിപ്പെടാനല്ല, മറിച്ച് നിത്യജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അതിനെ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയുടെ ജീവിതം നയിച്ച് നിത്യജീവൻ അർഹനായി തീരുമാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ദൈവമേ എന്നെ സ്വർഗത്തിൽ കൊണ്ടോണേ എന്നുണ്ടായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ അച്ഛന്മാരും അതിൽ സംബന്ധിച്ചുള്ള എല്ലാവർക്കും സ്വർഗോന്മുഖമായ ഒരു വെളിപ്പാട് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്ത് ധ്യാനിക്കും? എനിക്ക് കുടുംബ പ്രശ്നങ്ങളെ പറ്റി വാറുവരാതെ ധ്യാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അത് ഇത് യുവജനങ്ങളുടെ പ്രശ്നം, പിള്ളേരുടെ പ്രശ്നം, അതൊക്കെ എനിക്കൊന്ന് പറയാം. ഇതൊന്നുമല്ല, എനിക്ക് ശക്തമായ പ്രേരണയായി നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഉറക്കം വരും, ചിലർക്ക് ഇത് റെലവന്റ് അല്ലെന്ന് തോന്നും, അല്ലെങ്കിൽ ഇതൊന്നും യുക്തിഭദ്രമല്ലെന്ന് തോന്നും. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ മൂവാറ്റുപുഴ ഇടവകയോട് പറയുന്നു, ഫിലിപ്പിയർ 2:12 ഏറ്റു പറയാം, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷ അത് നമ്മുടെ സഹകരണത്താൽ മാത്രമേ സാധിക്കൂ. ഞാൻ പണ്ടൊക്കെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കൊട്ടേഷനാണ്, നമ്മുടെ അനുവാദം കൂടാതെ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് നമ്മുടെ സഹകരണം കൂടാതെ നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. ഏത് വിശുദ്ധൻ പറഞ്ഞതാണത്? വെരി ഗുഡ്. നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ ചേച്ചി കൃത്യമായിട്ട് കേട്ടു ഓർത്തിരുന്നു. ഇനി നിങ്ങൾ ആരും മറക്കരുത്, നമ്മളോട് അനുവാദം ചോദിച്ചിട്ടല്ല നമ്മുടെ അപ്പനും അമ്മയും കല്യാണം കഴിച്ചത്, നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മുടെ ഭൂജാതനായത്, മറിച്ച് ദൈവത്തിന് ഇഷ്ടമായിരുന്നു. പക്ഷേ നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം നമ്മളോട് പലയാവർത്തി അനുവാദം ചോദിക്കും. മോനെ നീ പള്ളി വരുമോ? മോനെ നീ അനുഭവിക്കുമോ? മോനെ മോളെ നീ സംസാരിക്കുമോ? മകനെ മകളെ നീ ക്ഷമിക്കുമോ? മകനെ മകളെ നീ തിരിച്ചുവ്യത്യാസമില്ലാതെ ജീവിക്കുമോ? നിനക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ മുറുമുറുക്കാതിരിക്കുമോ? എല്ലാം തമ്മിലാൻ വേണ്ടി നീ ഏറ്റെടുക്കുമോ? ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ യെസ് പറഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും. അവിടെയാണ് കോർപ്പറേഷൻ, അവിടെയാണ് സഹകരണം. അതുകൊണ്ട് നമ്മുടെ രക്ഷ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ രക്ഷ ദൈവത്തിന്റെ പേര്, ദൈവമാണ് സൃഷ്ടിച്ചത്, ദൈവം തന്നെ എന്നെ രക്ഷപ്പെടുത്തി കൊള്ളട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കൈയടി നമുക്ക് മാറ്റി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിരന്തരം പൂർവാധികം ശക്തിയോടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയത്തോടും വിറയലോടും കൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്ന എനിക്കാണെങ്കിലും വികാരിയച്ഛനാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും സുരക്ഷിതമായത് ഒന്ന് മാത്രമാണ്, മരണം എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ മരിക്കാത്തതായി ആരുമില്ല. ഏത് പ്രായത്തിലുള്ള വ്യക്തികൾക്കും എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് ഈ തലമുറയിൽ ഒരു നിസ്സംഗത മനോഭാവം വളർന്നു വരുവാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് സംഗതികളാണ്. അതിന് ഇങ്ങനെയാണ് പറയുക, യൂണിവേഴ്സലിസം എന്നും പ്ലൂറലിസം എന്നും. എന്താ ഞാൻ പറയാം? യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ പ്രകാരമാണ്, എങ്ങനെ ഏതുപോലെ ജീവിച്ചാലും അവസാനം ദൈവം രക്ഷപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂണിവേഴ്സലിസം ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ കോണ്ടെക്സ്റ്റിൽ ഇതാണ് ഉദ്ദേശിക്കുക, എങ്ങനെ ഏതുപോലെ ജീവിച്ചാലും അവസാനം ദൈവം നമ്മളെ രക്ഷപ്പെടുത്തും. ഇനി മറ്റൊരു ചിന്താധാര ഈ കാലഘട്ടത്തിൽ നമ്മളിൽ ക്രിസ്ത്യാനികളിൽ യുവജനങ്ങളിലൊക്കെ ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് പ്ലൂറലിസം. പ്ലൂറലിസം പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ് ഉദ്ദേശിക്കുക, ദൈവങ്ങൾ പലതുണ്ട്, ദൈവങ്ങൾ പലതുണ്ട്, ഒരെണ്ണം പയറ്റിയിട്ട് അവിടെ തെളിഞ്ഞില്ലെങ്കിൽ അടുത്തടുത്ത് പോവുക, അങ്ങനെ രക്ഷയുടെ മാർഗങ്ങൾ തേടി ഓടിയോടി നടക്കുക, എവിടെയെങ്കിലും രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തില് ക്രിസ്ത്യാനികളായ നമ്മളെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന രണ്ട് പൈശാചിക ചിന്തകളാണ് യൂണിവേഴ്സലിസവും പ്ലൂറലിസവും. എങ്ങനെയും ജീവിക്കുക, ദൈവം കരുണാമയനായതുകൊണ്ട്
നമ്മൾ ആരും നശിച്ചു പോവില്ല. ദൈവം നമ്മളെ രക്ഷപ്പെടുത്തിക്കൊള്ളും. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. രണ്ടാമത്തത്, ഈ ദൈവം അല്ലെങ്കിൽ മറ്റൊരു ദൈവം, ഈ സങ്കേതം അല്ലെങ്കിൽ മറ്റൊരാൾ. ഈ അച്ഛന്റെ അടുത്ത് പോയി അച്ഛൻ ഉപദേശം തന്നു, അച്ഛൻ്റെ അടുത്ത് ഉപസാരിച്ചു, കാര്യമൊന്നും നടക്കുന്നില്ല. അപ്പോഴാണ് അവിടെ വേറൊരു ഒരു വീട്ടില് ഒരു പരിപാടിയായിട്ടിരിക്കുന്നത്. അവിടെ പോയേക്കാം, അവിടെ ഒന്ന് സേവിച്ചേക്കാം, അവിടെ ഒന്ന് എഴുതിച്ചേക്കാം. അങ്ങനെ നമ്മളിങ്ങനെ നടക്കും. അങ്ങനെ നടക്കുന്നവരുണ്ട്. പരിഷ്കൃത സമൂഹമെന്ന് നാം വിചാരിക്കുന്ന ഈ മൂവാറ്റുപുഴ പട്ടണത്തിൽ താമസിക്കുന്ന നമ്മുടെ പല കുടുംബങ്ങളിൽ പോലും ഈ പ്ലൂറലിസം, പലയിടത്ത് കൈയിട്ട് വരുന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് രക്ഷ കരകരമാവുകയും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ട് ധാരകൾ, ചിന്തകൾ നമ്മുടെ തലയിൽ ഇരിപ്പുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. ആ രണ്ടും ഉപേക്ഷിച്ച് കളയും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് ആരിലേക്ക് നാം തിരിയണമോ അവനിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവൂ. നമുക്കെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ചിട്ടുള്ള സകല ജാതികൾക്കും ഇത് തന്നെയാണ് നിയമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പറയുന്നത് നിങ്ങൾ മടുപ്പ് കാണിക്കരുത്. പിശാച് നിങ്ങളോട് നിസ്സംഗമായി ഇരിക്കാൻ പറയും. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം, നമുക്ക് സ്വർഗത്തിൽ പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മുഴുവൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 16:26 നമുക്കറിയാവുന്നതാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടമായതിന് പ്രയോജനമില്ല. അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതാവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്കുകയെ. ഇപ്പൊ ഈ പള്ളിക്കകത്ത് നിന്ന് നിങ്ങൾ അങ്ങ് മരിച്ചു പോവാൻ വിചാരിക്കും. ഇന്ന് ഫേസ്ബുക്കിൽ ഞാനിന്ന് പോരുന്ന മുമ്പ് ഫേസ്ബുക്കിൽ ഞാൻ നോക്കി. അങ്ങനെ അതിനകത്ത് ഒരു വാർത്ത കണ്ടോ. ഇന്നോളം ഇങ്ങനെയാണ് സംഭവിച്ചതാണ്. ഒരു സെന്റ് ഓഫിന് ഒരു പെൺകുട്ടി, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി, നിങ്ങളൊക്കെ കണ്ടോ? അത് കണ്ടു. ഇങ്ങനെ നിന്ന് വളരെയധികം ചിരിച്ച് കളിച്ച് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. 18 വയസ്സുള്ള പെൺകുട്ടി ചിരിച്ചോണ്ടിരിക്കുക. കുറച്ച് പ്രായക്കൊണ്ടിരിക്കും. അപ്പൊ മരിച്ചു. സപ്പോസ് ഞാനോ നിങ്ങളോ ഇപ്പം മരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ എത്ര പേരുടെ ആത്മാവ് കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്? ഉറപ്പുള്ളവർ ദൈവത്തിലേക്ക്, ഉറപ്പുള്ളവർ മാത്രമേ പൊക്കാവൂ, ഉറപ്പുള്ളവർ മാത്രമേ പൊക്കാവൂ. നമ്മൾ ഇന്നലെ ദിവ്യാന പ്രതിഷ്ഠോധന ആഘോഷം നടത്തിയതാണ്. രാത്രി മുഴുവൻ ആരാധിച്ചാണ്. സ്വർഗത്തിൽ പോകും ഉറപ്പുള്ള കൈകൊണ്ട്. അങ്ങനെ പറയാം. നമുക്ക് ഉറപ്പ് വേണം. പ്രിയമുള്ളവരെ, ഈ പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഈ ഉറപ്പ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നാം രക്ഷ പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം നമ്മളിൽ വിതച്ച് പിശാച് വീണ്ടും നമ്മുടെ റൂട്ട് മാറ്റിക്കൊണ്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിത്യജീവനെ കുറിച്ച് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. നിത്യജീവനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നിത്യജീവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ മടി വരരുത്. ഇത് അറിയാവുന്ന കാര്യമല്ല. എനിക്ക് ഇതിന്റെ തലയിൽ എന്നെ പറയാനിരിക്കുന്നത് ഇതൊക്കെ ചെയ്താൽ പോരെ, അങ്ങനെയല്ല. നമുക്ക് അറിയാവുന്ന കാര്യവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ നിന്നും വരാത്ത ഒത്തിരി പേരുണ്ട്. ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളും ഒന്നും ഇത് വന്നിട്ടില്ല പലരുടെയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കേൾക്കുന്ന വചനങ്ങളെല്ലാം വീട്ടിൽ പോയി അവർക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ ആ സോഫയിൽ വന്നിരിക്കുമ്പോഴും അവരെന്തെങ്കിലും വർക്ക് ചെയ്തിരിക്കുമ്പോൾ തലയിൽ പോയി പറയരുത്. അല്ലാതെ അവര് ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ഈ വചനം പറയണം. നിത്യജീവനെ കുറിച്ച് ചിന്തിക്കണം. പള്ളിയിൽ വരാതെ വെറുതെ വീട്ടിൽ ചൊല്ലിക്കുറ്റിയിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. വർഷങ്ങളായി കുർബാനയ്ക്ക് വരാതെ സംസാരിക്കാതെ പള്ളിയോട് വിരോധമുള്ള ആണുങ്ങൾ നമ്മുടെ പള്ളിയിലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ യുവാക്കന്മാരുണ്ട്. താല്പര്യമില്ല, അത് വിരോധമൊന്നുമില്ല, പക്ഷെ ഒരു താല്പര്യമില്ല. എന്നാൽ പോലും നിങ്ങൾ പോയി നിങ്ങൾ അവരോട് പള്ളിയിൽ പ്രഘോഷിക്കുന്നു വേണ്ട. നിങ്ങൾ ഈ വചനങ്ങൾ ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വചനങ്ങൾ ഉറക്കെ പറയുമ്പോൾ അപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ തോന്നുമെങ്കിലും പിന്നീട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ വചനങ്ങൾ അവരെ സ്പർശിക്കും. അവർ കർത്താവിലേക്ക് നോക്കും, അവർ രക്ഷ പ്രാപിക്കും. അതിനോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവേ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണമേ.
എനിക്ക് നാക്ക് വഴങ്ങട്ടെ. കർത്താവേ, ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമേ, നിത്യജീവൻ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവാക്യം, ജോൺ ചാപ്റ്റർ 17:3, അവിടെ പറയുന്നുണ്ട്, ഏക സത്യ ദൈവമായ അവിടുത്തെയും എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവമാണ് ഉദ്ദേശിക്കുക, അവിടുന്ന് അയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. We must know who is God. നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ദൈവം ആരാണെന്ന് അറിയുക മാത്രം പോരാ, നമ്മളത് വിശ്വസിച്ചിരിക്കണം. നമ്മുടെ ജോലി 10-50 വയസ്സായിട്ട് നിന്റെ ദൈവം ആരാ, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നതിനേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ഒരു 5-6 സെന്റൻസ് വേറൊരു അക്രൈസ്തവനോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? നിന്റെ മതം ഏതാ, നിന്റെ വിശ്വാസം എന്താ ഒന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ എന്നാ പറയും? അത് ഞാൻ പള്ളി പോകാറുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പിന്നെ മാറാറുണ്ട്. ചിലർ വിചാരിക്കാൻ മാറാവ് ദൈവമാണ്. മാറാറുണ്ട്, എന്റെ കുറെ വിശ്വാസങ്ങളുണ്ട്. പലരും കർത്താവിന്റെ പേര് പോലും പറയില്ല, അല്ലെങ്കിൽ പരിശുദ്ധ തത്വത്തിന്റെ പേര് പോലും പറയാൻ നമുക്ക് അങ്ങനെ ഓർമ്മ കിട്ടില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു രീതി ഓറിയന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളിങ്ങനെ നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ, എന്റെ കാർമ്മമാർ ഉൾപ്പെടെ, ഈ കോതമംഗല രൂപത ഉൾപ്പെടെ, സിറോമല സഭ ഉൾപ്പെടെ, കേരള സഭ ഉൾപ്പെടെ, ഭാരത സഭ ഉൾപ്പെടെ പൊതുവിൽ ക്രിസ്ത്യാനികള് ഇങ്ങനെ പോയി പോരുന്നു എന്നതിനേക്കാൾ ഉപരി ക്രിസ്തു വിശ്വാസം ഇങ്ങനെ പ്രഘോഷിക്കുന്നതില് അത്ര പ്രാക്ടീസ് ഒന്നും എഴുതുന്നു. ഇപ്പൊ പെന്തക്കോസ്തൽ സഹോദരങ്ങൾ അവർക്ക് ആഴമായിട്ടുള്ള വലിയ ദൈവശാസ്ത്രവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് കൂതാശകളിൽ വിശ്വാസമില്ല. എന്നാൽ അതേസമയം അവരിങ്ങനെ കുറെ വചനങ്ങൾ പഠിച്ചിട്ട് അവരതിങ്ങനെ പറഞ്ഞ് പരിശീലിച്ചതിന് ഫലമായിട്ട് അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ പൊളിച്ചു കണക്ക് പറയും. അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായ അഭിഷേകവും ഒരു കോൺഫിഡൻസും അവർക്ക് ഉണ്ടാവും. അത് കേട്ട് നിൽക്കുന്നവർക്ക് അവരെ അടുക്കാനായിട്ട് അല്പം പ്രയാസം വരും. എന്നാൽ നമ്മുടെ ഉത്തമ ക്രിസ്ത്യാനികളായ അതിപുരാതന കത്തോലിക്ക കൂട്ടത്തിൽ ജനിച്ച നമ്മളൊക്കെ ഇങ്ങനെ പറയാൻ അറിയാമല്ലാത്തതുകൊണ്ട്, നമ്മൾ അതിനെ കുറിച്ച് ധ്യാനിക്കാത്തതുകൊണ്ട് നമുക്ക് പോലും ചിലപ്പം പലതിനെ കുറിച്ച് സംശയം വരും. അതുകൊണ്ട് വചനം പറയുന്ന യോഹന്നാൻ 17:3, ഏകസത്യമായ ദൈവത്തെയും അവിടുന്ന് അയച്ച ഈശോ മിശിഹായെയും അറിയണം. അറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ PhD ബൈബിളിൽ PhD എടുത്തു, തിയോളജി PhD എടുത്തു, അൽമായ PhD എടുക്കാം. സെമിനാരിൽ വന്ന് പഠിപ്പിക്കുന്ന അൽമായ പ്രൊഫസേഴ്സ് ഉണ്ട്. ഞാൻ പുനാല പഠിച്ചത്, എന്റെ 2-3 വിഷയങ്ങൾ തിയോളജിയിലും ഫിലോസഫിയിലും ഡോക്ടറേറ്റ് എടുത്ത അൽമായാണ് പഠിച്ചത്. അച്ഛന്മാരെ പഠിപ്പിച്ചേക്കാൻ നന്നായി പഠിപ്പിച്ചു വേറെ വിഷയം. എന്നാൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ, എല്ലാവർക്കും ഇത് പഠിക്കാം. അങ്ങനെ പഠിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, അതൊന്നും എല്ലാവർക്കും പറ്റത്തില്ല. അതാണ് വിസ്ഡം, ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനം നമുക്ക് തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. മിക്ക ദിവസവും കുർബാനയിൽ ഞാൻ പറയുമായിരുന്നു, എന്താണ് നമ്മൾ കുർബാനയ്ക്ക് വെക്കേണ്ട നിയോഗം? അത് മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മ അഭിഷേകവും മരിച്ചാൽ സ്വർഗഭാഗ്യവും തരണം. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ? ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. വളരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആത്മാഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വചനത്തിന്റെ പൊരുൾ ഗ്രഹിച്ച് ആരാണ് പിതാവായ ദൈവം, ആരാണ് ഈശോ മിശിഹ, അവർ ബോധ്യം കിട്ടുകയുള്ളൂ. ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യം നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ളത് കേട്ടോ? യുവതിവാക്കന്മാർ കുറവാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പോയി ചോദിക്കുക, അവരെ ഇൻസ്റ്റാഗ്രാം കാണുന്നതാണ്. ഒരു ദിവസം വിശുദ്ധമായിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുക, കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അല്ലാണ്ട് മുതുക്കിയൊക്കെ അപാപനമാക്കുകയൊന്നും അല്ല പറയുന്നത്. കാണാൻ കൊള്ളാവുന്ന മിടുമിടിക്കാണ് പറയുന്നത്. അതിനൊരു ബോധ്യം കിട്ടി. പരിശുദ്ധാത്മാവ് ഒരു കൃപ കൊടുത്തു. ഈശോ ആരാണെന്ന് തിരിച്ചറിഞ്ഞു, പിതാവായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു, പരിശുദ്ധമായ പ്രസക്തി എന്ന് തിരിച്ചറിഞ്ഞു. ഏകനടിച്ച് നെടുവേർപ്പിട്ട് അവൾ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ 16-ാം തിരുവാക്യം, യോഹന്നാൻ 3:16 നാം ഇപ്രകാരം വായിക്കുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന നൽകാത്ത വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നോക്കിക്കേ, അവിടെ നമ്മൾ ആദ്യം പറഞ്ഞു 17:3 പറഞ്ഞു, we must know who is God the Father who has sent his begotten son Jesus Christ for the salvation of the human beings. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈ തന്റെ ഏകജാതനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും പിതാവായ ദൈവം ആരാണെന്നും അറിയണം. we must know എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുവാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് തന്നിൽ വിശ്വസിക്കണം. അങ്ങനെ തന്നിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമാണ് അവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഈശോ മിശിഹായിലൂടെ നൽകപ്പെട്ട രക്ഷ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വെറുതെ അറിയുന്നു എന്നുള്ളതിൽ മാത്രം കാര്യമില്ല. നമ്മൾ we must profess God and must believe in him. നമ്മൾ വിശ്വസിക്കണം. എന്താണ് വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് മറ്റൊരു അവസരത്തിൽ നമുക്ക് സമയം പോലെ പിന്നീട് വിശദമായി സംസാരിക്കാം. ഈശോ, അതായത് ഇപ്പൊ ഭൂമി പിളർന്നു പോയാലും പാറ പൊട്ടി വന്നാലും പ്രളയം വന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും എന്റെ ഈശോ എന്നെ താങ്ങും, എന്റെ തമ്പുരാനറിയാതെ ഒന്നും വരികയില്ല, എനിക്ക് അഹിതമായതൊന്നും എന്റെ ആത്മാവിന് പ്രശ്നം ഉണ്ടാകുന്നതൊന്നും ദൈവം ജീവിതത്തിൽ അനുവദിക്കുകയില്ല. ഒരാത്മാവ് പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മള് പാപത്തിന്റെ വേർച്ചിലാണ്, പാപത്തിന്റെ വക്കിലാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം തന്റെ ഏകജാതനായ ഈശോയെ നമുക്ക് വേണ്ടി തന്നത്. ഈ പറയുന്ന ഏകജാതനെ നമുക്ക് തരാതെ ദൈവം ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നുവെങ്കിൽ ദൈവം കഴിവില്ലാത്തവനാണ്, ശക്തിയില്ലാത്തവനാണ്, സ്നേഹമില്ലാത്തവനാണ് എന്ന് നമുക്ക് പരിതപിക്കാമായിരുന്നു. പക്ഷേ ദൈവം തന്റെ ഏകജാതനെ നമുക്ക് നൽകി. നൽകപ്പെട്ടവനായ ഈശോയുടെ രക്ഷ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാറുള്ളത്. ഓൾറെഡി നമുക്ക് രക്ഷ നൽകപ്പെട്ടു, പക്ഷെ വേദനയുടെ മധ്യത്തിൽ, തകർച്ചയുടെ മധ്യത്തിൽ, രോഗത്തിന്റെ മധ്യത്തിൽ, കടബാധയുടെ മധ്യത്തിൽ ഈ രക്ഷകനിലേക്ക് നോക്കാൻ നമ്മൾ മറന്നുപോകും. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കും. എന്റെ മക്കൾ അങ്ങനെയായി പോയി, എന്റെ ഭർത്താവ് ഇങ്ങനെയായി പോയി, എനിക്ക് ഇത് സംഭവിച്ചു, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ രക്ഷയുടെ പ്രസക്തി, രക്ഷകനായ ഈശോയുള്ള സ്നേഹവും വിശ്വാസവും ഏറ്റു പറയണം. എനിക്ക് അധികമായി ഒന്നും വരികയില്ല, കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെങ്കിലും നിൽക്കും. ആ ഒരു ബോധ്യത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. അങ്ങനെയുള്ളവർക്ക് ദൈവം തരുന്ന സമ്മാനമാണ് നിത്യജീവൻ. നമ്മള് ഈ പറയുന്ന പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്നു, എല്ലാ ആഴ്ചയും ഉപസാരിച്ചു, അങ്ങനെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഡൗട്ട് ചെയ്യുകയാണ്. കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ അച്ഛനാണ് അപ്പോൾ എടുത്ത് വാഴ്ത്തും അപ്പമാണ്, ശരീരമാണ്, രക്തമാണ്, മീനാണെന്നൊക്കെ പറയണം. ഇത് ശരിക്കും ഉള്ളതാണോ? ഇതൊക്കെ ഒരു തട്ടിപ്പൊട്ടിപ്പോലെ, ഇതൊക്കെ ഒരു പ്രസ്ഥാനമല്ലേ, ഇതൊക്കെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമായി ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളെയാണ്. അവരൊക്കെ പുറമെ ഭയങ്കര ഭക്തരായിരിക്കും, പക്ഷെ ഉള്ളിൽ എന്തിനേയും ഏതിനേയും ഇങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡൗട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അധരം കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണ് നിത്യജീവൻ. ഉറക്കം വരുന്നത് കണ്ണ് കൂർപ്പിച്ച്, കാത് കൂർപ്പിച്ച് നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മളിൽ പലരും ഈ കാറ്റഗറിയിലൊക്കെ പെടുന്നവരാണ്. നാമമാത്ര ക്രിസ്ത്യാനികളായി, റിച്വലിസ്റ്റിക് ക്രിസ്ത്യൻസ് ആയി നമ്മൾ മാറുന്നുണ്ട്. നമ്മുടെ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ വിചാരം ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം പലപ്പോഴും ആഴ്പിടിക്കും, അല്ലെങ്കിൽ രണ്ടാമോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കും ഒക്കെ പലപ്പോഴും പോവാറ്. സ്വർഗത്തിലേക്കൊന്നും നമ്മൾ പലപ്പോഴും ഉയർത്താറൊന്നുമില്ല. അതാണ് അതിന്റെ വസ്തുത. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛന്മാര് സഹിതം, ഇവിടെ അച്ഛന്മാരുണ്ട്, ഞങ്ങൾ അച്ഛന്മാർ ഉൾപ്പെടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പല വിചാരം മനസ്സിൽ വരും. അത് സകല മനുഷ്യർക്കുള്ളതാണ്. കുർബാന സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ പല വിചാരം വന്നേക്കാം. നാക്ക് നീട്ടി ഈശോയെ സ്വീകരിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് പോലും ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രലോഭന ചിന്തകൾ മനസ്സിൽ വന്നേക്കാം. പൈശാചികമായ പീഡകൾ നമുക്ക് വിട്ടുമാറാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഡോണ്ട് വറി, അതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. നിത്യജീവന്റെ നാഗാവായ ഈശോയെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നാം രക്ഷ പ്രാപിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ,
അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം തിരുവാക്യത്തില് നാം വ്യക്തമായി വായിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. പ്രൊവൈഡഡ് അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല, അവന് പണിഷ്മെന്റ് ഉണ്ടാവുകയില്ല. He will not have judgment. അത് നമ്മൾ കാണും. പ്രത്യുത അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാൻ വളരെ എളുപ്പമാണ്. ഈശോ വളരെ സരളമാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ വചനം ശ്രവിക്കണം. We must hear the word of God. We must ponder over the word of God and we must execute the word of God. വചനം കേൾക്കണം, വചനം ധ്യാനിക്കണം, വചനം ജീവിക്കണം. അങ്ങനെ ജീവിക്കുകയും പിന്നെന്താണ്? എന്നെ അയച്ചവനെ വിശ്വസിക്കണം. ത്രിയേക ദൈവത്തിൽ, പിതാവായ ദൈവത്തിൽ, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ബുദ്ധിക്കും അതീതമായ ചിന്തകളായിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സിന് മനസ്സിലാകാത്ത ഗഹനമായ കാര്യങ്ങളായിക്കൊള്ളട്ടെ, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി സഭ നൽകിയിട്ടുള്ളതാണെങ്കിൽ അതിനെ നാം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കണം. അപ്പോൾ എന്തുണ്ടാവും? നിത്യജീവൻ ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടാവുകയില്ല? ശിക്ഷാവിധി ഉണ്ടാവുകയില്ല, നിത്യവാസം ഉണ്ടാവുകയില്ല. എന്തെന്നാൽ അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടക്കും. അവനെ ഞാൻ കടത്തും. ഈശോ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നതിനല്ല, വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ you will be disappointed, at least for today. നമ്മൾ ഇന്ന് അങ്ങനെയുള്ള ഒരു കാര്യവും ചിന്തിക്കുന്നുമില്ല, പറയുന്നുമില്ല. നമ്മുടെ ആത്മീയമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് പറയുക. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഞാൻ കേൾക്കുന്നു, നാളെ പുലരി കാണുന്ന എത്ര പേരെ കൂട്ടത്തിലുണ്ട്? ദൈവത്തിന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കാത് ഓർപ്പിച്ച് നമുക്ക് ധ്യാനിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ നിത്യജീവൻ നമുക്ക് അവകാശം ലഭിച്ചു കഴിഞ്ഞാൽ നാം എത്തിച്ചേരുന്ന ഇടമാണ് എവിടം? അപ്പൊ ഈ സ്വർഗത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പറയും, ഉറക്കം വരാതിരിക്കാൻ ചോദിക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണമോ പാനീയമോ ഒന്നുമല്ല. ചിലർ പറയുന്നത് അവിടെ മീനിപ്പഴയോ മത്തിപ്പഴയോ ഒന്നും ഇല്ല, ഭക്ഷണ പാനീയമൊന്നും അവിടെ ഇല്ല. പിന്നെ ഇവിടെ മറ്റു ജീവിക്കണ എങ്ങനെയാ? ചേച്ചി പറഞ്ഞേ, ദൈവം വസിക്കുന്ന ഇടം, സ്വർഗം. അതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. എന്നാലും നിങ്ങൾ വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് അബൌട്ട് ഹെവൻ? നിങ്ങൾ കാണുന്ന സ്വർഗം പ്രകാരമുള്ളതായിരിക്കും. ഡോക്ടർ ആർമസ് പറഞ്ഞു, ആ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നു. And what shall we do there? നമ്മൾ എന്താ അവിടെ ചെയ്യുന്നേ? അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ സ്തുതിക്കുന്നതിന് മടി കാണിക്കുന്ന ഒരാളെ ദൈവം അവിടേക്ക് വെക്കും. ഈ ഓള കണ്ട് പ്രൊബേഷണറി പീരീഡ്. ഇവിടെയെല്ലാം നമ്മൾ എങ്ങനെയാണ്? പ്രൊബേഷണറി പീരീഡ് ആണ്. ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ എടുക്കുമ്പോഴേ തന്നെ നമ്മുടെ മെയിനായിട്ട് വെക്കില്ലല്ലോ. ഇവർക്ക് പ്രൊബേഷൻ. ഇപ്പൊ ഈ ഭൂമിയിൽ നിന്ന് പ്രൊബേഷനാണ്. പള്ളിയിൽ എന്തോരം വരുന്നുണ്ട്, ഇവൻ എന്തോരം കരം വിരിക്കുന്നുണ്ട്, എത്ര മുട്ട് കുത്തുന്നുണ്ട്, എത്ര തൊണ്ടകാറി പ്രാർത്ഥിക്കുന്നുണ്ട്, എത്രയോടെ എഴുതപ്പെടുന്നുണ്ട്, എത്രമാത്രം എന്നെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈശോ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വളരെ സ്റ്റാൻഡേർഡ് ക്രിസ്ത്യനുള്ള മട്ടില് ഇങ്ങനെ വന്നിങ്ങനെ നിന്നു, ഒരക്ഷരം ആവളിക്കുകയില്ല. അങ്ങനെ വന്നു, ജസ്റ്റ് ഇരുന്നു, എഴുന്നേറ്റു, ചെറുപ്പം മുട്ടുകുത്തി പോയി, പരിപാടി തീർന്നു. അങ്ങനെ ജീവിച്ചാലൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രം കരയേറ്റാൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നൽകിയിരിക്കുന്ന ശബ്ദം ഉപയോഗിച്ച് മണിവെടുപ്പ്. നിങ്ങളുടെ കൈക്കും കാലിനും കഴുത്തിനും മുട്ടിനും നടുവിനും ഒക്കെ പ്രശ്നങ്ങളുള്ളവരാണ്. ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളിപ്പോൾ അരൂപിക്കടുത്ത ജീവിതമാണ്. അരൂപിക്കടുത്ത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അരൂപിക്ക് ശരീരമില്ല, അരൂപിക്ക് ഭാരമില്ല, അതിങ്ങനെ ഒഴുകി നടക്കും. അപ്പൊ നിങ്ങളിങ്ങനെ മനസ്സിൽ കാണുന്ന ഞങ്ങളിങ്ങനെ ദൈവസന്നിധിയിൽ ഈശോയുടെ പരിശുദ്ധ സിംഹാസനത്തിന് ചുറ്റും ഒഴുകി നടക്കുകയാണ്. എന്തിനാണ് ഒഴുകി നടക്കുന്നത്? ഈശോയുടെ സ്തുതിയും സ്തോത്രവും കരയ്ക്ക് അവിടുത്തെ ആരാധിക്കാൻ, അവിടുത്തെ പരിശുദ്ധം ഉയർത്തിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് സ്തുതിക്കുമ്പോൾ ദാഹം തോന്നിയേക്കാം, തൊണ്ട വരട്ടേക്കാം, തൊണ്ട കാറിയേക്കാം, മനസ്സിൽ ഒരു വേദന എടുത്തേക്കാം, ശരീരത്തിനൊക്കെ ബുദ്ധിമുട്ടും തളർച്ച ഉണ്ടായേക്കാം. പക്ഷേ യഥാർത്ഥ സ്വർഗത്തിൽ ഇതൊന്നും നമുക്ക് അനുഭവപ്പെടുകയില്ല.
ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ ആത്മാർത്ഥമായി അന്വേഷിച്ച് അവിടത്തേക്ക് സ്വീകരിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ ഒരു അനുഭവം ഈ ഭൂമിയിൽ വെച്ച് ഈശോ കൊടുക്കും. ചിലരങ്ങനെ സ്വർഗത്തിലേക്ക് ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നതായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നേടത്ത് നിന്ന് പൊങ്ങിപ്പോകുന്ന ജീവിതത്തിൽ അമ്മത്രേസ്യയുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഒരേ സമയത്ത് പല ഇടങ്ങളിൽ കാണപ്പെട്ടിട്ടുള്ള വിശുദ്ധരുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്കും സ്തുതി മഹത്വത്തിനും ആരാധനയ്ക്കും ഒക്കെ അവർ നൽകിയ വില, അവർ കൊടുത്ത ആത്മാർത്ഥത, അതിന്റെ തോതനുസരിച്ച് ദൈവം അവർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്, ഒരു അടയാളമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ആത്മാവിൽ ഒരു അടയാളം നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ തിരിച്ചറിയുവാൻ തക്ക വിധത്തിൽ ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ, ഈ സ്തുതിപ്പിന്റെ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് നമ്മളിപ്പോൾ സ്വർഗത്തിലാണ്. ഇന്നൊരു പക്ഷേ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടേക്കാം. ഇതാ കർത്താവേ, അങ്ങയുടെ ദാസൻ ദാസി, എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, വിട്ടുതരുന്നു, ഏറ്റെടുക്കണമേ, സ്വർഗം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഉയർന്ന സ്വരത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളപ്പോൾ നിത്യജീവനെ കുറിച്ച് കണ്ടു, സ്വർഗത്തെ പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ സ്വർഗത്തിന്റെ ചില പ്രത്യേകതകൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനാൽ വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 34-ാം തിരുവാക്യം, മത്തായി 20:34. അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുവിൻ. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഈ പറയുന്ന സ്വർഗം നമുക്കായി ഒരുക്കിയത്? എന്നാണ് ലോക സ്ഥാപനം. എന്നാണോ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചത്, അന്ന് തന്നെ ദൈവം he has prepared heaven and he is waiting for us. അവൻ സ്വർഗം രൂപപ്പെടുത്തി തയ്യാറാക്കി നമുക്കായി കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നൽകുന്ന ഒരു വലിയ സൂചനയുണ്ട്. എന്താണ്? ഈശോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയപ്പോഴേ തന്നെ ആര് സ്വർഗത്തിൽ പോകും, ആര് നരകത്തിൽ പോകും എന്നൊന്നും തീരുമാനിച്ചു വെച്ചിട്ടില്ല. പലരും പറയുന്നത് ദൈവത്തിനെല്ലാം അറിയാമല്ലോ, ദൈവത്തിന് എല്ലാവരെയും രക്ഷപ്പെടുത്തിയാൽ പോലെ. ദൈവം അങ്ങനെ മനുഷ്യനെ ഒരു പാവയാക്കി അല്ല സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പലരും പറയും ദൈവം എല്ലാം അറിയുന്നതായതുകൊണ്ട് ഇവിടെ എന്തിനാണ് ശത്രുത ഉണ്ടാകുന്നത്, ഇവിടെ എന്തിനാണ് വർഗീയത ഉണ്ടാകുന്നത്, ഇവിടെ എന്തിനാണ് അസമാധാനം ഉണ്ടാകുന്നത്, യുദ്ധം ഉണ്ടാകുന്നത്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്താൽ പോലെ. നോ നോ നോ. ദൈവം മനുഷ്യനെ പപ്പറ്റ്സ് ആയിട്ടല്ല, പാവക്കുട്ടികളായിട്ടല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. God has created man and women in his image and likeness. അവൻ തന്റെ സാദൃശ്യത്തിലും ഛായയിലും ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. അതെന്തിനു വേണ്ടിയാണ്? മാലാഖമാരെക്കാളും അല്പമാത്രം താഴ്ത്തി മനുഷ്യന് ദൈവം വലിയൊരു കൃപ നൽകി ചിന്തിക്കാൻ, വിവേചിച്ചറിയാനുള്ള ബുദ്ധിശക്തി, സാമർഥ്യം, പുഞ്ചിരിക്കാനുള്ള കഴിവ്, സൗന്ദര്യം ഇതെല്ലാം കൊടുത്തു. അതുപയോഗിച്ച് അവന് തന്നെ തിരഞ്ഞെടുക്കണം എന്തു വേണം എന്തു വേണ്ട.
ഈശോയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുവൻ പോലും നശിച്ചു പോകരുതെന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ തൃത്വം, പിതാവായ ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോഴേ തന്നെ എല്ലാവർക്കും വേണ്ടി സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ദൈവം കാരണമാണ് ഞാൻ നരകത്തിൽ പോയത്, ദൈവം രക്ഷപ്പെടുത്താത്തതുകൊണ്ടാണ് ഞാൻ നശിച്ചു പോയതെന്ന് നമുക്ക് പഴി പറയാൻ പറ്റുകയില്ല. Everything is prepared from the beginning itself. അത് നാം കരകരമാക്കുന്നുണ്ടോ ഇല്ലയോ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറിയത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം ഒന്നിനും നമ്മുടെ കോളനെ പിടിച്ചു വലിക്കാറില്ല. എന്ത് തോന്നിവാസം കാണിച്ചാലും, എന്ത് പ്രേക്ഷണം കാണിച്ചാലും, എന്ത് നന്മ പ്രവർത്തിച്ചാലും, എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ നാം പ്രവർത്തിച്ചാലും ദൈവം ഒന്നും അപ്പം ഇടപെടാറില്ല. കാരണം God is awaiting. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ പോകും? അവൻ തന്നെ താൻ വിളിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് അവൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കുമുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനാദി മുതലേ, പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതലേ, ലോക സൃഷ്ടിക്ക് ഉണ്ടായ സമയം മുതലേ നമുക്കായി കരുതപ്പെട്ടിരിക്കുന്ന ഒരിടമാണ്, ഒരവസ്ഥയാണ് സ്വർഗം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾക്കാർ പറഞ്ഞു, ഈശോയോട് ഒത്തായിരിക്കുന്ന അവസ്ഥയാണ്. It is an intimate union with our Lord and Savior Jesus Christ. നമ്മൾ ഏറ്റവും ആഴത്തിൽ പ്രണയിക്കുന്ന ഒരു കാമുകനും കാമുകിയും മാത്രമായിരിക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ഇന്റിമസിയും സ്നേഹവും ഉണ്ടാവും. അതിന്റെ ഒരു 10,000 കോടി ഇരട്ടി സ്നേഹത്തിലും താല്പര്യത്തിലും ഈശോയോട് ഇഴുകിച്ചേർന്ന് ഒന്നായി തീരുന്നതിൽ ഒരു മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന ആനന്ദം, that joy, that ecstasy, അതിനെയാണ് heaven, സ്വർഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യന് എത്രമാത്രം വർണ്ണിച്ചാലും, ഏതെല്ലാം ഉദാഹരണങ്ങൾ എടുത്ത് നിരത്തിയാലും ആ ദൈവ സ്നേഹത്തിന്റെ 7 അനുഭവത്തിൽ പോലും വരികയില്ല. അപ്പോൾ അനാദി മുതലേ ആ സ്നേഹത്തിലേക്ക് വരാൻ പറഞ്ഞ് ഈശോ നമ്മളെ വാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മത്തായി 25:34 പറയുന്നത്. തുടർന്ന് ദൈവം പറയുന്നു, വചനം പറയുന്നു, ഹെബ്രായ ലേഖനം 11:10, ഹെബ്രായ 11:10, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഹല്ലേലൂയ. സ്വർഗമുണ്ടോ? സ്വർഗമുണ്ട്. പലരും പറയും സ്വർഗമില്ല. സ്വർഗമില്ല എന്ന് ആർക്കും കണ്ടുവച്ച് പറയാം, വിശ്വാസമില്ലാത്തവർക്ക് പറയാം, ബൈബിളിൽ വായിക്കാത്തവർക്ക് പറയാം, നിത്യജീവനെ കുറിച്ച് വിലയില്ലാത്തവർക്ക് പറയാം. പക്ഷേ നമ്മൾ ഒരിക്കലും സ്വർഗമുണ്ടോ ഇല്ലയോ ഡൗട്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, does heaven exist? സ്വർഗം നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ഉത്തരങ്ങളാണ് വചനം പറയുക. സ്വർഗം നിലനിൽക്കുന്നുണ്ട്. അത് ലോകസ്ഥാപനം മുതലേ നിലനിൽക്കുന്നുണ്ട് വചനം പറയുന്നത്. ഇതാ വീണ്ടും പറയുകയാണ്, ആ സ്വർഗം ആരാണ് രൂപപ്പെടുത്തിയത്? ദൈവം സംവിധാനം ചെയ്തു. ചിലർ പറയുമ്പോൾ ഈ സ്വർഗത്തിലൊക്കെ ഈ കഥാകാരന്റെ കുറെ ഇടപാടല്ലേ, ആൾക്കാരെ പേടിപ്പിക്കുന്നു. അവിടെ നരകമാണ്, പിതാവാണ്, വാലാണ്, കൊമ്പാണ്. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ പറയുന്ന കത്തോലിക്കരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ മറ്റുള്ളവരെ വഴിയാക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഇടയിൽ തന്നെ അഭ്യസ്തവിദ്യരായ പല ആളുകളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അച്ഛനാണെന്ന് അറിയാതെ അച്ഛന്മാരുടെ പലരെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. യാത്രയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അച്ഛനാണെന്ന് അറിയാതെ പലരും എന്റെ നാടി ഞാൻ ശബ്ദം പറയുമ്പോൾ എന്നെ ഒരു ഇക്കായായിട്ടൊക്കെ കിടക്കാളാണ്. അതിൽ ഇക്കാന്നൊക്കെ പലരും പറയാം. അപ്പൊ ഇങ്ങനെ വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ പറയുന്ന ഒരു കോമൺ കമന്റ് ആണ് എന്ത്? ഇതൊക്കെ ചുമ്മാ അച്ഛന്മാരുടെയും സഭയുടെയും ഒക്കെ തട്ടിക്കൂട്ട് പ്രസ്ഥാനം, മനുഷ്യനെ പേടിപ്പിച്ച് വേർപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സ്വതക്കാഴ്ച പിടിഞ്ഞെടുക്കാനുള്ള ഓരോ പ്രസ്ഥാനം അങ്ങനെയൊന്നുമില്ല. അവരെപ്പോഴും പറയും, ആ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, ആർക്കാട് ഒരു വാക്കാണ് ദൈവം സ്നേഹമാണ്. പക്ഷെ എന്റെ ബാക്കി എന്നാണോ, എന്റെ മുമ്പിൽ എന്നാണോ, അതിന് ശേഷം എന്നാണോന്നും ഹല്ലേലൂയ. അപ്പൊ പറയുകയാണ്, ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു ഇടമുണ്ട്, ഒരു അവസ്ഥയുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട് എങ്കിൽ അത് സ്ഥാപിച്ചത്, അത് സംവിധാനം ചെയ്തത് ദൈവമാണ്. ഹെബ്രായർ 11:10, അത് നിർമ്മിച്ചത് ദൈവമാണ്, അതിന് അടിസ്ഥാനമിട്ടത് ദൈവമാണ്. ആ ഒരു നഗരത്തിലേക്ക്, ആ ഒരു രാജ്യത്തിലേക്ക് നോക്കി പാർത്തിരിക്കുന്നുവെന്നാണ് ഹെബ്രായർ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും എത്രത്തോളം ആ ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കി പാർക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവൻ ഗൾഫിലാണ്, UK-യിലാണെങ്കിൽ വരാൻ വേണ്ടി നമ്മൾ ഓരോ വർഷവും നോക്കി പാർത്തിരിക്കും.
വരുന്നതിന് ഇപ്പൊ വീഡിയോ കോളുകളുണ്ട്, എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വീഡിയോ കോൾ ചെയ്യുമായിരിക്കും. പണ്ടൊന്നും അങ്ങനെ ഇല്ലല്ലോ. വല്ലപ്പോഴും വരുന്നൊരു എഴുത്ത് അല്ലെങ്കിലോ കമ്പി അടിക്കുക എന്ന് പറയുന്ന ഗ്രാമം അല്ല, അല്ലെങ്കിൽ പിന്നെ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ നാട്ടിൽ വരുമ്പോൾ കാണുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് നമ്മൾ നോക്കി പാർത്തിരിക്കും. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ബന്ധങ്ങൾക്കൊക്കെ ആ ഒരു സ്നേഹവും ഊഷ്മത ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ എപ്പോഴും കണ്ട് ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന കാര്യമില്ലാതായി പോയി. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ ഒരു സ്വർഗ്ഗരാജ്യത്തിലേക്ക് എനിക്ക് പോകണമല്ലോ. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും നമ്മൾ പൊതുവെ ഇങ്ങനെ സ്പോണ്ടേനിയസ് പ്രയർ നടത്തുമ്പോൾ നമ്മൾ പറയുന്നത്, ഓ കർത്താവിന്റെ സ്തുതി, ഇന്ന് ഒത്തിരി പേര് മരിച്ചു പോയത് ഞങ്ങൾക്ക് ജീവൻ തന്നല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളെ ജീവിപ്പിച്ചതാണ് സ്തുതി എന്നൊക്കെ പറഞ്ഞ് യേശുവാരെ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആന്റി ക്രിസ്ത്യൻ പ്രയറാണ്. ക്രൈസ്തവമായ കാഴ്ചപ്പാടിനെതിരായ ഒരു പ്രാർത്ഥനയാണത്. എന്ത് ജീവിക്കുന്നതെന്നുള്ള കാര്യമല്ല, ഈ ഇന്ന് ജീവിക്കാൻ ഈ അവസരം തന്നാലും ഇന്ന് ജീവിക്കാൻ ഈ അവസരം തന്നാലും ഇന്നലെ കുറെ പേര് മരിച്ചു പോയല്ലോ, ഓ ഞങ്ങളെ നീ മരിപ്പിച്ചില്ലല്ലോ എന്നുള്ള മനോഭാവം. അതായത് ഇന്നലെ മരിച്ചു പോയാൽ അല്ലെങ്കിൽ എപ്പോൾ മരണം വന്നാലും അതെന്തോ നഷ്ടം പോലെയാണ്, ശാപം പോലെയാണ്, ദുഃഖമാണ്. ജീവിച്ചിരിക്കുക, അവസാനത്തോളം ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് വിജയം എന്നുള്ള മട്ടിലാണ് നമ്മളിങ്ങനെ ദൈവം ഇന്ന് നീ ജീവൻ തന്നല്ലോ എന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബോധ്യമുള്ളവരാണ്, സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എല്ലാ ഉറക്കത്തിലും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ഉറങ്ങാൻ പോകുന്നു, നീ എങ്ങാനും എന്നെ വിളിച്ചാൽ ഉദരയിൽ ഞാൻ എന്റെ സന്നിധിയിൽ കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ എനിക്ക് ഇടതരണമേ. എന്നെ മരിപ്പിക്കണമെന്ന് ആരും പ്രാർത്ഥിക്കേണ്ട. പക്ഷേ ഞാനെങ്ങാനും ഈ ഉറക്കത്തിൽ മരിച്ചാൽ എന്റെ ആത്മാവ് നശിച്ചു പോകാതെ നിന്റെ സന്നിധിയിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കാൻ ഇടതരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നാം കിടക്കാനായിട്ട്. എന്തെന്നാൽ നാം നോക്കി പാർത്തിരിക്കുന്ന രാജ്യം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും ക്രമപ്പെടുത്തുന്നതും ദൈവമാകുന്നു എന്നതിനാൽ. എബ്രായർ 11:10. തുടർന്ന് മറ്റൊരു വചനമാണ് കൊരിന്ത്യ ലേഖനം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:1. അവിടെ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് എത്രമാത്രം വലിയ 2 നില വീട് 3 നില വീടുണ്ടെങ്കിലും ഫ്ലാറ്റുകളുണ്ടെങ്കിലും BMW ബെൻസ് കാറുകളുണ്ടെങ്കിലും ഇതൊന്നുമില്ല, വെറും സാധാരണ കുടിലാണെങ്കിലും സാധാരണ വാഹനങ്ങളാണെങ്കിലും ഓടിട്ട വീടാണെങ്കിലും എന്തോ ഒരു സ്വത്തുണ്ടെങ്കിലും സ്വാധീനമുണ്ടെങ്കിലും ഒരു കാര്യം ഓർക്കുക, ഇതെല്ലാം നശ്വരമാണ്. നശ്വരം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാം. എന്നാൽ ഇവിടെ സ്വർഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്, ഇത് ശാശ്വതമാണ്. It is everlasting. ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് എന്ത് സ്വർഗം എന്ന് പറയുന്നത്. ഈശോയുടെ ഒത്തായിരിക്കുക. നമ്മുടെ പള്ളിയിൽ വരുന്ന പരിസരമാണ് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ഒത്താണ്. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വം അല്ലാതെയോ ഇങ്ങനെ പാപം ചെയ്ത് പലകാലം നമ്മൾ ആ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകും, തെറ്റി മാറിപ്പോകും. അച്ഛനാണെങ്കിലും സിസ്റ്ററാണെങ്കിലും എല്ലാവരും പോകും. പക്ഷേ നിത്യത എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരിക്കലും അവസാനിക്കാത്തതാണ്. ഒരിക്കൽ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എടുത്തു മാറ്റപ്പെടാത്ത ഒരു സ്വർഗീയ ആനന്ദമാണ് നമുക്കുള്ളത്. നോക്കൂ, അപ്പൊ അത്രമാത്രം മഹനീയമായ ഒരു സംഗതിയാണ് സ്വർഗം. അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് കെട്ടുകഥയല്ല. ഈശോ തന്നെ അപ്പോസ്തലന്മാർ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അങ്ങനെയൊന്നുണ്ട് പ്രിയമുള്ളവരെ എന്ന്. നിങ്ങൾ അതിനായി നോക്കി പാർക്കണമെന്ന്. നിങ്ങളിങ്ങനെ അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകളും അതുകൊണ്ടും ബിസിനസ്സും കൃഷിയും ജോലിയുമായി തേരാപാരം മാത്രം നടന്നാൽ പോരാ, ഇതിനെ കുറിച്ച് ചിന്തിക്കണം. ഇതെന്നും ചിന്തിക്കണം. കാരണം അത് എന്താണ്? സ്വർഗമാണ്, നിത്യതയാണ്. തുടർന്ന് നാം വായിക്കുന്ന മറ്റൊരു ഭാഗമാണ് യോഹന്നാൻ 5:29. ജോൺ 5:29. അത് നമ്മുടെ എല്ലാ മതസംസ്കാര ശുശ്രൂഷയ്ക്കും കേൾക്കുന്ന ഒരു ഭാഗമാണ്. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരും. ഈ സ്വർഗത്തിലേക്ക് ആര് പോകുന്നു എന്നുള്ളതിന്റെ ഹിന്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണ് പോകുന്നത്? നന്മ ചെയ്യുന്നത്. നന്മ ചെയ്യാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. നമ്മളിങ്ങനെ ലോകമുള്ള സകല നവയപുസ്തകം മേടിച്ചു കിട്ടി, കരണക്കൊന്ത, തിരുവതക്കൊന്ത, വചനക്കൊന്ത, അങ്ങനെ ഓരോ മാസവും ഓരോ ഭക്തപ്രസ്ഥാനങ്ങള് ഓരോരോ കൊന്തകൾ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. ഓരോ പ്രാർത്ഥനാ ശൈലികൾ ഇറക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചൊല്ലുന്നു വിചാരിക്കുക, ബൈബിൾ 10 വായിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളൊരു മനുഷ്യൻ നന്മ ചെയ്യുന്നില്ലെങ്കിൽ,
അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം കൊണ്ടോ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരും സ്വർഗത്തിൽ പോകില്ല. ഞാൻ എന്റെ തൊണ്ട പൊട്ടി ഇവിടെ കാറി 20 എല്ലാ പള്ളിയിലും ധ്യാനിച്ചാലും ഒരു മനുഷ്യനെ ഞാൻ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ, അവന്റെ വേദനയിൽ അവൻ ഒപ്പമാകുന്നില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോവുകയും. അതുകൊണ്ടാണ് വചനം സാക്ഷ്യപ്പെടുത്തുക, എല്ലാവരും ഉയർപ്പിക്കപ്പെടും. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായി കൊണ്ടുവരും, തിന്മ ചെയ്തവർ ശിക്ഷാവിന്റെ ഉയർപ്പിനായി കൊണ്ടുവരും. അപ്പൊ ഏതെങ്കിലും നമ്മൾ പൊങ്ങിപ്പോകും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുന്നത് ആദ്യമേ കുടുംബത്തിനാണ്. സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാതെ ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് ആദ്യമേ എല്ലാവരും മനസ്സിലാക്കണം. സ്വന്തം കുടുംബത്തിൽ ഭർത്താവിനോടുള്ള നമ്മുടെ കടമ, ഭാര്യയോടുള്ള കടമ, മക്കളോടുള്ള കടമ, അമ്മായിയോടുള്ള കടമ, സ്വന്തം കാരണവന്മാരോടുള്ള കടമ, ഇതൊന്നും നിർവഹിച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ പോകാൻ. ഇത് നമ്മൾ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൽ പ്രാഗിക്കൊണ്ട് ചെയ്യുകയല്ല. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് ഭക്തിരസം കൊണ്ടുവരുവാൻ, എല്ലാ കാര്യങ്ങളും ഈശോയുടെ ഉപരിനാമ മഹത്വത്തിനായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭാരവും വെറുപ്പും അറപ്പും ഒക്കെ തോന്നിയില്ല. പക്ഷെ അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അതൊരു പ്രാർത്ഥനയായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നുന്നു. അതൊരു കൊച്ചു കുഞ്ഞിനോടാണെങ്കിലും പ്രായമായവരോടാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ അത് അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പശു ചത്ത് മോരിലെ കുളി പോയ ശേഷം അങ്ങനെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ എത്രമാത്രം വേദനകളും നിറഞ്ഞതാണെങ്കിൽ, നമ്മുടെ അനുദിന ജീവിതത്തിലെ സംഗതികൾ ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമ്മൾ പേടിക്കേണ്ട. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് കാണിക്കേണ്ട. കാരണം എന്താണ്? സങ്കീർത്തകൻ പറയുന്നത്, സങ്കീർത്തകൻ 126:126 6ാമത്തെ വേഴ്സ്, സാംസ്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അതേപോലെ പറയാം ഹല്ലേലൂയ. വിത്ത് ചുമന്നുകൊണ്ട് ദുഃഖത്തോടെ കണ്ണീരോടെ നെടുവീർപ്പോടെ വയലിലേക്ക് പോകുന്നവൻ കൊയ്തെടുത്ത കറ്റയും ചുമന്നുകൊണ്ട് ആഹ്ലാദചിത്തനായി അവന്റെ വീട്ടിലേക്ക് തിരികെ പോകും. ഏതാണ് ആ വീട്? സ്വർഗമാണ് ആ വീട്. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിത്ത് വിതയ്ക്കാൻ പോകണല്ലോ, കാലേ ചെയ്ത് പറ്റൂലോ, കാലിൽ കുപ്പിച്ചിട്ട് കുത്തി കയറൂലോ, പരപ്പത്ത് തെന്നി വീഴൂലോ എന്നൊന്നും ഓർത്ത് ആരും പ്രകാശരാകരുത്. നിങ്ങളത് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾ കറ്റ ചുമന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തെ കുറിച്ചുള്ള മറ്റൊരു ചിന്ത മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. മത്തായി 25:23. അതിൽ പ്രകാരമാണ്, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ധനമേൽപ്പിക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഇവിടെ യജമാനന്റെ സന്തോഷം എന്ന് ഉദ്ദേശിക്കുന്ന സ്വർഗത്തെ കുറിച്ചുള്ള ഉപമയാണ്. അപ്പോൾ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിന്. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം വിലമതിക്കുന്നതാണ്. വിശ്വസ്തത കൂടാതെ നമുക്ക് ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അഭിനയം കൊണ്ട് ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. ഓരോരുത്തരുടെയും ഹൃദയവികാരങ്ങളെ തലനാരിയുടെ കീഴിൽ പരിശോധിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് പുറമേ നമ്മൾ എത്ര മാന്യം ചമഞ്ഞാലും എന്ത് കാണിച്ചു കൂട്ടിയാലും at the end of the day ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ if we are far away from God, നാം ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോവുകയില്ല. അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണം. എല്ലാ കാര്യങ്ങളിലും വിജയം വേണം നമുക്ക് ആവണമെന്നില്ല. ഒരു നല്ല വീട്ടമ്മയ്ക്ക് എപ്പോഴും മാതൃകാ വീട്ടമ്മയാകാൻ പറ്റിയല്ല. ഒരു കുടുംബനാഥൻ എപ്പോഴും മാതൃകാ ഭർത്താവാകാനും മാതൃകാ അപ്പനാകാനും പറ്റിയെന്ന് വരികയില്ല. ഒരു അധ്യാപകൻ എപ്പോഴും മാതൃകാ അധ്യാപകനാകാനും പറ്റില്ല. ഒരു പുരോഹിതൻ എപ്പോഴും മാതൃകാ പുരോഹിതനാകാനും പറ്റിയെന്ന് വരികയില്ല. സന്യാസത്തിനും പറ്റുകയില്ല. എപ്പോഴും പറ്റിയില്ലെങ്കിലും വിശുദ്ധ മദർ തെരേസ പറയുന്നു, നിങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളതല്ല, to what extent you are successful, no, but to what extent you are faithful to God. നിങ്ങൾ ദൈവത്തോട് എത്രത്തോളം വിശ്വസ്തത പാലിച്ചു. ആ വിശ്വസ്തതയ്ക്കാണ് ദൈവം പ്രതിഫലം തരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചുട്ട ഒഴിവാക്കണമെന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഭാഷാവൻ കിട്ടണമെന്നില്ല, അടുത്തിരിക്കുന്ന ചേട്ടൻ്റെ ഭയങ്കര ആർപ്പ് ചോദിക്കും, ഞാൻ കുറെ ദിവസം വന്നപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നോ പ്രോബ്ലം, അതുകൊണ്ട് ഒരു കാര്യമില്ല. അതൊക്കെ ദൈവത്തിന്റെ ചില ദാനങ്ങൾ ചിലതൊക്കെ ചില സമയത്തേക്ക് കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ അത് സ്വീകരിച്ചവർ വേണ്ടത്ര കൃപയിൽ അതിൽ നിന്നില്ലെങ്കിൽ നോക്കി നിൽക്കുക അതൊക്കെ എടുത്തു മാറ്റപ്പെടും. അതുകൊണ്ട് അതൊന്നും സ്ഥായിയായ സംഗതിയല്ല, അത് വരാൻ പോകാം. പക്ഷേ ദൈവസന്നിധിയിൽ സുരക്ഷിതമായ സ്വർഗരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടണമെങ്കിൽ സ്ഥിരമായി നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സംഗതിയാണ് വിശ്വസ്തത, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമയോടുള്ള നമ്മുടെ സത്യസന്ധത. അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. അതുകൊണ്ട് താലന്ത് കൊടുത്ത 5 താലന്ത് കിട്ടിയവനോടും 2 താലന്ത് കിട്ടിയവനോടും എന്റെ പിതാവിന്റെ സന്തോഷത്തിലേക്ക്, എന്റെ യജമാനന്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞെങ്കിൽ ഇതാ ഇവിടെ 1 താലന്ത് കിട്ടിയത് കുഴിച്ചിട്ടവനോട്, അവിശ്വസ്തത കാണിച്ചവനോട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അവിടെ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതാന്തസ്സിനോട് എത്രത്തോളം വിശ്വസ്തത ഞാൻ പാലിക്കുന്നു, എന്റെ യുവത്വത്തോട്, എന്റെ യൗവനത്തോട്, എന്റെ വാർദ്ധക്യത്തോട്, എന്റെ കുടുംബജീവിതത്തോട്, എന്റെ പൗരോഹിത്യത്തോട്, എന്റെ സന്യാസ ജീവിതത്തോട് അത് നമ്മൾക്ക് ചിന്തിച്ചു നോക്കാം. ഈ ചിന്തകളോടുകൂടെ നമുക്ക് ഒരു ഷോർട്ട് ഇൻട്രോയ്ക്ക് വേണ്ടി പോകാം.